ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പടം ജൂലൈ 26 പുറത്തിറങ്ങുന്നത്. പിന്നെ പ്രശാന്ത് അഭിനയിക്കുന്ന അന്തകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ അന്തകൻ എന്തെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 2:10 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ മഴ പിടിക്കാത്ത മനിതൻ എന്ന് പറഞ്ഞിട്ടുള്ള വിജയന്റെ പടം ഓഗസ്റ്റ് 2 പുറത്തിറങ്ങുന്നത്. അപ്പൊ അതിലത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ് ഇന്ന് 5 മണിക്ക്. പിന്നെ മുരളി ശർമ്മയുടെ അതിലത്തെ പേര് സുർലഭ് IPS എന്നാണെന്നുള്ളത് അറിയിച്ചു. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനിക അഭിനയിക്കുന്ന പടം. ഷൈനികത്തിന്റെ ആദ്യത്തെ തമിഴ് പടമാണ്. അപ്പോൾ ആ പടത്തിന്റെ ടീസർ ഇന്ന് വരെ എന്ന് പറഞ്ഞാലും അത് ഇന്ന് 8 മണിക്കാന്നുള്ള അറിയിച്ചു. പിന്നെ ഡെമോന്റെ കോളനി 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്ന് 5 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ പടത്തിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് റെഡ് ജയന്റ് മൂവീസ് എന്നുള്ളത് അറിയിച്ചു. പിന്നെ പടം റിലീസാവുന്ന ഓഗസ്റ്റ് 15 എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹോംബാല ഫിലിംസ് എടുക്കുന്ന കീർത്തി സുരേഷിന്റെ പടമാണ് രഘുത്താത്ത എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതും ഓഗസ്റ്റ് 15 റിലീസാകുമെന്നുള്ള അറിയിച്ചു. പിന്നെ കൊട്ടുകാലി എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. സൂര്യയും അന്നാബിനാണ് മെയിനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ. എന്തായാലും ആ പടം ഓഗസ്റ്റ് 23 റിലീസാവുമെന്നുള്ള അറിയിച്ചു. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഓൾറെഡി വരും എന്ന് പറഞ്ഞായിരുന്നു. ആ അപ്ഡേറ്റ് ഇതായിരുന്നു റിലീസ് ഡേറ്റിൻ്റെ. പിന്നെ ജാനും തേരി കസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2025 ദുസ്തര പ്രമാണിച്ചിട്ടായിരിക്കും പടം പുറത്തിറങ്ങുക എന്നുള്ളത് അറിയിച്ചു. പിന്നെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് 2 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്ന് പറഞ്ഞ 4 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ന്യൂ സീസൺ വരാൻ പോവുകയാണ് HBO Maxിലൂടെ ഓഗസ്റ്റ് 11. പിന്നെ ഓൺലി മർഡേഴ്സ് ഇൻ ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞ സീരീസ് അതിൻ്റെ പുതിയ സീസൺ വരാൻ പോവാണ് ഹുളുവിലൂടെ ഓഗസ്റ്റ് 27. പിന്നെ ഫിർ ഹായ് ഹസീൻ ദിൽറുബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ നാളെ വരെ എന്നുള്ള അറിയിച്ചു. പിന്നെ മിൻമിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 9 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. ജീവി പ്രകാശ് പങ്കുവച്ചിട്ടുള്ളതാണ്. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെയും പുതിയ പോസ്റ്റർ വന്നു. നല്ല പ്രതീക്ഷയുള്ള പടമാണ്. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. പിന്നെ കിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യയിലല്ല, US-ലൊക്കെ ആമസോൺ പ്രൈമിൽ റെന്റ് ബേസിസിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും പടം കണ്ടു. പടം നല്ല പടമായിട്ടാണ് തോന്നിയത്. ഒരു ആക്ഷൻ പടമാണ്. ആക്ഷനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കാണും. പിന്നെ വയലൻസ് ആണ് മെയിനായിട്ട്. അപ്പോൾ ഈ ലോല ഹൃദയന്മാരൊന്നും കാണാതിരിക്കണം കുറച്ചുകൂടി നല്ലത്. എന്തായാലും പടത്തിന് ഇന്ത്യൻ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10/8. പിന്നെ പ്രദീപ് രംഗനാഥ് അഭിനയിക്കുന്ന അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്ന 7 സ്ക്രീൻ സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്ന വിഘ്നേശം എടുക്കുന്ന പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നാളെ എന്ന് വെച്ചാൽ ടൈറ്റിലും ഫസ്റ്റ് ലുക്കാണ്. നാളെ 12 മണിക്ക്. ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് പുറത്തിറക്കിയിടാൻ പോകുന്നത്. പിന്നെ അതേമാതിരി പ്രദീപ് രംഗനാഥൻ്റെ ഒരു പടം മൈത്രി മൂവി മേക്കേഴ്സ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിലും അമിതാഭ് ബച്ചനായിരിക്കും നായികയെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. നല്ല പടമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ വരട്ടെ. പിന്നെ ജോക്കർ എന്ന് പറഞ്ഞ പടം വൻ വിജയമായ പടമാണ്. അതേമാതിരി അതിൻ്റെ ജോക്കർ 2 വരാൻ പോവുകയാണ്. ഇതിൽ ലേഡി ജോക്കറും ഉണ്ട്. അപ്പോൾ 2 ആൾക്കാരും കൂടിയിട്ടുള്ളൊരു പടമാണ് ജോക്കർ 2 എന്ന് പറയുന്നത്. എന്തായാലും അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള റിലീസ് എടുത്തിരിക്കുന്നത് ശ്രീഗോകുലം മൂവീസ് ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പടത്തിലത്തെ ഫയർ സോങ് വരും എന്ന് പറഞ്ഞായിരുന്നു. വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പാട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒക്ടോബർ 10 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ സൂര്യ 44 ഒരു ഗ്ലിംസ് വന്നെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 12 പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കിടന്നുറങ്ങാൻ തന്നെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. HBD The One എന്ന് പറഞ്ഞിട്ട്. ആ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇതാ ടീച്ചറിലില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ തോക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ അതിലുണ്ടായിട്ടില്ല. എന്തായാലും 20 മണിക്കൂറിനുള്ളിൽ 65 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ടുണ്ട്. അത് മൊത്തം എന്ന് വെച്ചാൽ ട്വിറ്ററിലും എല്ലാ സ്ഥലത്തും കൂട്ടിയിട്ടുമാണ്. പിന്നെ പ്രശാന്ത് നീൽ അജിത് കുമാറിനെ വെച്ചിട്ടൊരു പടം എടുക്കേണ്ടത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് 2 പടം എടുക്കും എന്നുള്ളതും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ടും രണ്ടാമത്തെ KGF 3 ലിങ്ക് ആവുന്ന രീതിയിലായിരിക്കും കൊടുക്കുക എന്നുള്ളതും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും കൺഫേം ഒന്നും ആയിട്ടില്ല. വരുന്നതിന് പ്രതീക്ഷിക്കാം. അത് അജിത് കുമാറിൻ്റെ 65ാമത്തെ പടമായിരിക്കും. KGF 3 ഒരു ലീഡ് ഇടുന്ന പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 28. അന്ന് ധനുഷിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. പക്ഷേ അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും കുബേരുടെ ഭാഗത്തിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും ധനുഷിൻ്റെ. ഇപ്പം എന്തായാലും പറയാൻ വന്നത് ദുൽഖർ സൽമാൻ്റെ പടത്തിനെ കുറിച്ചിട്ടാണ്. പവൻ സതിനെ ഒരു പടം എടുക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ വെച്ചിട്ട്. അത് വൈജയന്തി മൂവീസ് ആയിരിക്കും എടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ജൂലൈ 27 ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം പവൻ സതിന് ട്വിറ്ററിലൂടെ ഒരു ജൂലൈ 27 എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയാം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ആവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ SSMB 29 എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ 29ാമത്തെ പടം. SS രാജമൗലിയാണ് പടം എടുക്കുന്നത്. അത് നമ്മളുടെ ഇമാജിനേഷനായിട്ടും മുകളിലായിരിക്കും ആ പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ആളുടെ പടങ്ങളിൽ ഏറ്റവും വലിയ പടം ആയിരിക്കും ഇത് എന്നുള്ളതാണ് കേൾക്കുന്നത്. RRRന് ശേഷം ആൾ കുറേ ടെക്നീഷ്യനൊക്കെ കണ്ടിരുന്നു VFXൻ്റെയും ഈ വിഷ്വൽ എഫക്ട്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോട് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.